പണ്ട് കാലത്ത് ധാരാളം കുട്ടികൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളിച്ചു നടക്കുക പതിവായിരുന്നു. അക്കാലത്ത് ഇല്ലങ്ങളിൽ വലിയ വറുതിയായിരുന്നു. അമ്പലത്തിലെ നിവേദ്യങ്ങൾ കഴിക്കാമല്ലോ എന്ന് കരുതിയാണ് കുട്ടികൾ അവിടെ ചുറ്റിപ്പറ്റി കഴിഞ്ഞിരുന്നത്. കൊടിമരത്തിനടുത്ത് വെച്ച് വലിയ ചെമ്പിൻ പാത്രത്തിൽ കുന്നിക്കുരുവും കടുകും മഞ്ചാടിയും ഇട്ടുവെക്കുക പതിവായിരുന്നു. അമ്മമാർ കുട്ടികളെ കൊണ്ട് കുന്നിക്കുരു വാരിച്ച് നാണയങ്ങൾ പാത്രത്തിലിടുമായിരുന്നു. അമ്പലത്തിലെ കാര്യങ്ങൾ ചിട്ട പോലെ നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഉദ്യോഗസ്ഥൻ കണിശക്കാരനായൊരു ഭട്ടതിരിയായിരുന്നു. ഒരു ദിവസം ഭട്ടതിരിയുടെ മുന്നിൽ ഒരു പരാതി എത്തി. കുട്ടികൾ കുന്നിക്കുരു പാത്രത്തിൽ നിന്നും പണമെടുത്ത് പഴം വാങ്ങി തിന്നു. ഇത് സത്യമാണോ എന്നറിയാൻ കുട്ടികളെ വിളിച്ചു വരുത്തി അന്വേഷണം ആരംഭിച്ചു. നിഷ്കളങ്കരായ കുട്ടികൾ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. അമ്പലത്തിൽ നിന്നും ഭക്ഷണം ഒന്നും കിട്ടാത്ത ദിവസങ്ങളിൽ കുന്നിക്കുരു ചെമ്പിൽ നിന്നും നാണയങ്ങൾ എടുത്ത് പഴം വാങ്ങി തിന്നാറുണ്ട്. ഭഗവാന് സമർപ്പിച്ച ശേഷമാണ് ഞങ്ങൾ കഴിക്കാറ്. കുട്ടികളുടെ വാക്കുകൾ കേട്ട് കണിശക്കാരനായ ഭട്ടതിരി ശിക്ഷ വിധിച്ചു. എല്ലാവരും കൈയും കെട്ടി മതിലകത്ത് 5 ഓട്ടപ്രദക്ഷിണം ചെയ്യണം. അത് കഴിഞ്ഞ് കൊടിമരത്തിനടുത്തെത്തി സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ഇനി ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് ക്ഷമാപണം ചെയ്യണം. ആജ്ഞ കിട്ടിയതോടെ എല്ലാവരും ഓടാൻ തുടങ്ങി. എല്ലാവരുടെയും കണ്ണുകളിൽ അത്ഭുതം. ഓടുന്ന കൂട്ടത്തിൽ ഒരു കുട്ടി കൂടെയുണ്ട്. എത്ര ഓടിയിട്ടും അവർക്ക് യാതൊരു ക്ഷീണവും ഉണ്ടായില്ല. അവർ കൂടുതൽ ഉത്സാഹത്തോടെ ഓടാൻ തുടങ്ങി. കൂടെയുള്ള പുതിയ കൂട്ടുകാരൻ അവർക്ക് പ്രചോദനവുമേകി. ഭട്ടതിരിയും മറ്റു ക്ഷേത്രാധികാരികളും ഭക്തജനങ്ങളും അത്ഭുത സ്തബ്ധരായി അവർ ആശ്ചര്യത്തോടെ ശ്രീകോവിലേക്ക് നോക്കി. തേജോമയനായ ഭഗവാൻ അവിടെയില്ല. വിഗ്രഹം വെറും കരി പുരണ്ടതുപോലെ. ഭഗവാനാണ് കുട്ടികളുടെ കൂട്ടത്തിൽ ഓടുന്നതെന്ന് എല്ലാവർക്കും ബോധ്യമായി. തെറ്റു മനസ്സിലാക്കിയ അധികാരികൾ ഭഗവാനോട് ക്ഷമാപണം നടത്തി. അവർ ഉച്ചത്തിൽ ഭഗവത് നാമം ജപിക്കാൻ തുടങ്ങി. ഓടുന്ന കുട്ടികളുടെ ഓട്ടം നിർത്തി. കൂട്ടത്തിൽ കൂടി ഒരശരീരി കേൾക്കുന്നതായി എല്ലാവർക്കും തോന്നി. ആ പിഞ്ചുകുട്ടികളെ ഇത്രയും വലിയ കടുത്ത ശിക്ഷയ്ക്ക് വിധിക്കേണ്ടതില്ലായിരുന്നു. കുട്ടികൾ വിശപ്പ് സഹിക്കവയ്യാതെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു കുന്നിക്കുരു പാത്രത്തിൽ നിന്നും നാണയങ്ങളെടുത്ത് പഴം വാങ്ങി. എനിക്കും സമർപ്പിച്ച ശേഷമാണ് അവർ കഴിച്ചത്. അപ്പോൾ പഴം തിന്ന ഞാനും അവരുടെ കൂടെ ഓടണ്ടേ? എൻ്റെ സന്നിധാനത്തിൽ ഒറ്റ കുട്ടിയും പട്ടിണി കിടക്കാനിടവരരുത്. ഭഗവാന്റെ കാരുണ്യമോർത്ത് എല്ലാവരും ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. ആ പാദങ്ങളിൽ വീണ് അധികാരികൾ സാഷ്ടാംഗം നമസ്കരിച്ച് ക്ഷമാപണം നടത്തി. ദരിദ്ര സേവയാണ് നാരായണ സേവ എന്ന് ഭഗവാൻ എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്തു.